സഹൃദയരെ, ഏതാനും നിമിഷങ്ങൾക്കകം കലാദർശനയുടെ മിമിക്സ് പരേഡ് ആരംഭിക്കുകയായി. കലാദർശനയിലെ കലാകാരന്മാരെ പരിചയപ്പെടുത്താൻ ശ്രീ മമ്മൂട്ടിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അതെ, അല്ല സുഹൃത്തുക്കളെ, ദയവായി എല്ലാവരും ശാന്തരായിരിക്കണം. അതെ, ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളേവരും ശാന്തരായിരിക്കണം. ഒന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും ശാന്തരായിരിക്കണം. എന്നാൽ രണ്ടു വാക്ക് എനിക്ക് പറയാം. ഞാൻ മമ്മൂട്ടിയാണ്. എൻ്റെ പേര് മമ്മൂട്ടി എന്നാണ്. എനിക്ക് മുമ്പും പിൻപും ഇവിടെ പല മമ്മൂട്ടിമാരും ജനിച്ചിട്ടുണ്ട്. സുപ്രസിദ്ധ സിനിമാ നടൻ ശ്രീമാൻ മമ്മൂട്ടിക്ക് എൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ചിരിക്കാറായിട്ടില്ല. ചിരിക്കാനുള്ള പല സംഭവങ്ങളും പിന്നാലെ വരുന്നുണ്ട്. കലാസ്നേഹികളെ, ഇനി ജഗ്ഗളെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ബംഗാൾ, ബീഹാർ, ഒറീസ, മധ്യപ്രദേശ്, കൂടാതെ അമേരിക്ക, പശ്ചിമ അമേരിക്ക, ജർമ്മനി, പശ്ചിമ ജർമ്മനി, ഗൾഫ്, പശ്ചിമ ഗൾഫ്, കുവൈറ്റില്ല എന്നീ ഇന്ത്യയിലുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പരിപാടികൾ നടത്തിയാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല. ഇതാ കലാപരിപാടികൾ ആരംഭിക്കുകയായി. ഞങ്ങൾക്ക് നിങ്ങളുടെ നന്ദി നമസ്കാരം. നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി നമസ്കാരം. ആദ്യമായി കലാദർശനിലെ കലാകാരന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ. സാബു, ഉണ്ണി, ജിമ്മി, മനോജ്, നിസാർ, അൻവർ, പട്ടാളത്തിലേക്ക് ആളെ എടുക്കുന്ന ഒരു ഇന്റർവ്യൂ ഹാസ്യരൂപേണ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. താൻ ഏതൊരു പഠിച്ചിട്ടുണ്ട്? അതെ, എന്നെ കോളേജിൽ ചേർക്കാൻ ചെന്നപ്പോ അവിടെ സീറ്റ് കിട്ടിയില്ല. അതെന്തുകൊണ്ട്? അത് അവര് പറയണേ, ഇപ്പൊ സ്കൂളിൽ പഠിക്കാത്തവരെ ഒന്നും കോളേജിൽ എടുക്കലില്ലാന്ന്. എന്ത് പാടാന്ന് നോക്കണേ. ഇയാൾക്ക് ചായ ഏതാണ്ട് കൊടുക്കാൻ. പഠിപ്പൂല്ല ഞൊണ്ടും. ഇടോ, അംഗവൈകല്യമുള്ള ഒരൊറ്റ എണ്ണത്തിന് ഇന്റർവ്യൂവിന് കടത്തി വിടരുത്. സല്യൂട്ട് ചെയ്യണ്ട എപ്പോഴും. ഓടോ, ഐ സേ യു ഗെറ്റ് ഔട്ട്. ഹലോ, അല്ലേ പ്രോഗ്രാം കലക്കി. എനിക്ക് തന്നെ ഇവിടെ പറഞ്ഞ ഇതെന്താ ഹലോ 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 പള്ളി പറഞ്ഞാൽ മതി. സല്യൂട്ട്. ഇന്റർവ്യൂവിന് എല്ലാരും റെഡി അല്ലേ? ഓരോരുത്തരായിട്ട് വിളിക്കൂ. What is your name? My name is Varghese Kuriakose Abraham Mathews Johnson Johnson sir. പൗഡറിന്റെയും നാട്ടുകാരുടെയും പേരൊന്നുമല്ല ചോദിച്ചത്, തന്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. എന്റെ പള്ളിയിലത്തെ പേരാണ് സാർ. നാട്ടുകാർ വിളിക്കുന്ന മുഴുവൻ പേര് വേണമെങ്കിൽ പറയാം സാർ. എബ്രഹാം. വേണ്ട വേണ്ട വേണ്ട, നിന്റെ തന്തമാരുടെ എല്ലാം പേര് കേട്ടോണ്ടിരിക്കാനുള്ള സമയമില്ല. നിനക്ക് ഇംഗ്ലീഷ് അറിയാവും? ഇംഗ്ലീഷൊക്കെ വളരെ കൂളായിട്ട് മലയാളത്തിൽ പറയാം സാർ. ഇംഗ്ലീഷൊക്കെ കൂളായിട്ട് മലയാളത്തിൽ സംസാരിക്കാം. താങ്ക് യു സാർ. ഒരു വിവരമില്ലാത്തവനേക്കാണല്ലോ വിളിച്ചോണ്ട് വരുന്നത്. കൈക്ക് നല്ല സ്വാധീനമില്ല. കാലത്ത് നെക്സ്റ്റ് സല്യൂട്ട്.
മൂടൊക്കെ അവിടെ ചെല്ലുമ്പോ വേഗം നടക്കണോ, സമയം ഒരുപാട് 5:30 ചെല്ലണം അവിടെ. കർത്തം കെട്ടാൻ അച്ഛനോട് പറഞ്ഞോളാം കാര്യങ്ങളൊക്കെ. പെട്ടി പിടിക്കാൻ ഞാൻ വണ്ടി നിർത്തണം. ഞാൻ വണ്ടി അടി പോകുന്നു. കളിക്കല്ലേ കളിക്കല്ലേ. Good morning, Father. മാറുകുട്ടികളെ തബല വർഗീസ് ഇന്നും വന്നിട്ടില്ലേ? ഇല്ല അച്ചോ. എന്താ വരാത്തത്? എന്താന്ന്? അവന്റെ ഭാര്യ പഴവങ്ങാട് ആശുപത്രിയില് പ്രസവിച്ചു കിടക്കുകയാണ്. എന്താ പ്രസവം, കാണേണ്ട കാഴ്ചയാണ് അച്ചോ. ഒറ്റ പ്രസവത്തിൽ 3 കുട്ടികൾ. അവനന്ന് 3 മാസത്തെ ലീവ് എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ പ്രശ്നമാവും. എന്റെ കർത്താവേ, 6 മാസത്തെ ലീവ് അവന് കൊടുക്കാൻ തോന്നിക്കാത്തതിൽ ഞാൻ നിന്നോട് നന്ദി പറയണു. എന്താ? ഒന്നുമില്ല അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. ഇപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരുപോലെ കണ്ണടച്ചിട്ടില്ല പണ്ടാരോടങ്ങാൻ. ആനയുടെ പുറത്ത് കയറ്റേണ്ട സമയം. അടുത്ത പരിപാടിക്ക് പോകുമ്പോ സ്റ്റെപ്പിന് ഇല്ല, ഞാൻ വണ്ടിക്കകത്ത് കയറൂല. പരിപാടി കഴിഞ്ഞാൽ കാശ് എണ്ണിത്തരാനോ മടി. ഒരു സ്റ്റെപ്പിനെങ്കിലും മേടിച്ച് വെക്കണോ? താൻ എന്താണ് എന്നോട് ചൂടാവണത്? താൻ പോയി അച്ഛനോട് പറയാം. താൻ വരട്ടൊന്നും വേണ്ട, ഞാൻ അച്ഛനെ വിറപ്പിക്കും. താൻ നോക്കിയോ? ഇത്രയും വേണമെങ്കിൽ വിറപ്പിച്ചോ, പക്ഷെ വെറുപ്പിക്കരുത്. ഇയാൾ കൂടെ വാ. വാടാ, നമുക്കൊരു ചായ അടിച്ചിട്ട് ഇങ്ങോട്ട് വരിക. ഇപ്പോഴാണോടോ വരുന്നത്? ഇന്നലെ വണ്ടി പഞ്ചറായിട്ട് വഴി കിടന്നു. പിന്നെ ഇന്ന് രാവിലെ പഞ്ചർ ഒട്ടിച്ചിട്ടാ പോന്നത്. നേരാണോടോ ഇത്? ആറ്റിങ്ങിൽ 1 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ വെളുപ്പിന് ഇവിടെ എത്താം, ഇല്ലടോ? എത്താ വെച്ചോ? പക്ഷേ എത്തിയില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇവിടെ അറിയിക്കാതെ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം പിടിച്ചിരുന്നോ? അയ്യോ, സത്യമായിട്ടും ഇല്ലച്ചോ. അച്ഛനറിയാതെ ഞങ്ങൾ പുറം പരിപാടി ഒന്നും പിടിക്കാറില്ല. അച്ഛന് ഞങ്ങളെ വിശ്വാസമില്ലെന്ന് അറിയുന്നതിൽ വിഷമമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ട്രൂപ്പിൽ നിർത്താൻ ചെയ്തേക്കാം. മോനെ, ഈ ട്രൂപ്പില് നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസക്കുറവുള്ളൂ. പിന്നെയും ഇവനെ മാത്രമേ എനിക്ക് അല്പമെങ്കിലും സംശയമുള്ളൂ. ഉള്ളത് തുറന്നു പറയാലോ, നിങ്ങൾ 2 കുരങ്ങന്മാരും വളരെ നല്ലവരല്ല. പിന്നെ എനിക്ക് അല്പമെങ്കിലും സമാധാനം തരാത്തത് ഇവനാണ്. കാശെടു. 3000-ന് 300 രൂപ കുറവുണ്ടച്ചോ. 300 രൂപ ഓടിപ്പോയാ? കളി തറക്കളിയാന്നും പറഞ്ഞ് 300 രൂപ കുറച്ചാ അവര് തന്നത്. അതെനിക്ക് വിശ്വസിക്കാമോടോ? വിശ്വസിക്കാച്ചോ. തന്നോട് ചോദിച്ചില്ല. പതിനെട്ടാം തീയതി കാഞ്ഞൂര് പള്ളിയിൽ ഒരു കളിയുണ്ട്. ഫാദർ ബെനഡിക്റ്റ് വിളിച്ചു പറഞ്ഞതാ. പള്ളിയിലാവുമ്പോ അമ്പലക്കളി പോലെ തറക്കളി പാടില്ല. അച്ചോ, വണ്ടിക്കൊരു സ്റ്റെപ്പിന് വേണമായിരുന്നു. അതേടാ മോനെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്റ്റെപ്പിന് വേണമെന്ന് എന്റെ മനസ്സ് പറയണു. ഇതിന്റെ ഉളുക്കൊക്കെ ഞാൻ ശരിയാക്കി തരാം. അയ്യോ, സിനിമ കാണാൻ പോവാനോ? ഞാനില്ല. അച്ഛനറിഞ്ഞ പിന്നെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനെ പേടിച്ചാലൊന്നും കാര്യം നടക്കില്ല. കുറച്ച് ഗട്സ് വേണം. എന്നെ കണ്ടുപഠിക്ക്. ഒരു അച്ഛൻ ചേട്ടൻ ഇതൊക്കെ പറയാം. എനിക്ക് എന്റെ സ്വന്തം അച്ഛന്റെ കാര്യം കൂടി നോക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ ഇങ്ങനെ പേടിച്ച അയ്യോ അച്ഛനെ പോന്നു. ഞാനിങ്ങനെ നമ്മുടെ പുതിയ പരിപാടിയുടെ റിഹേഴ്സല് ഫീമെയിൽ വോയിസും മെയിൽ വോയിസും കൂടെ ഇങ്ങനെ മാറ്റി ഒരു ചേഞ്ചിന് ആണുങ്ങളുടെ ശബ്ദത്തിലെ അതിങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇന്നത്തെ റിഹേഴ്സൽ വെച്ച് നോക്കുമ്പോ പ്രോഗ്രാം ഗംഭീര വിജയമാവണം. പിന്നെ അച്ഛോ, 17-ാം തീയതി കാസർഗോഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് 18-ാം തീയതി വെള്ളായണിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ലത ഇങ്ങോട്ട് വരൂ. ഹലോ ലത, എപ്പോ ഒന്ന്? ഞാൻ കട്ടില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞ മറ്റുള്ള കുരുത്തം കെട്ട പിള്ളേരോട് പറയോ? ഇല്ലച്ചോ.
നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ? അത് വേണോ? അയ്യോ അയ്യോ വേണ്ട വേണ്ട അച്ചോ. ലതേ ലതേ ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വാ. എന്താ? അച്ഛനോ ലതയാണെന്ന് തെറ്റിദ്ധരിച്ചാ എങ്ങനെ ഉണ്ടാവും അറിയാൻ നോക്കിയതാ. കർത്താവേ, അപ്പൊ ഇവിടെ ഇക്കളിയും തുടങ്ങിയ നീ വന്ന് കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങിയോ? നിനക്കിന്ന് കടയിൽ പോണ്ടേ? ഉച്ച കഴിഞ്ഞിട്ട് പോവാം. വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് വരാൻ നേരമൊന്നുമില്ല. ഞാനൊന്ന് കിടക്കട്ടെ. ആ അത് വേണ്ടാ, എനിക്കൊന്ന് കിടക്കണം. നാളെയും പ്രോഗ്രാം ഉള്ളതാ. കോളേജിൽ പോയിട്ട് ദിവസം എത്രയെന്ന് അറിയാവോ? മതി. ഇങ്ങോട്ട് നിനക്കെന്ത് നോക്കാനുള്ള? ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് വക്കീലിന്റെ കോട്ടുവിട്ട് കോടതിയിൽ പോയി 2 വാചകം അടിച്ച നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. നമ്മുടെ കാര്യം അതാണ്. അതെ അതെ, വല്ലതും പഠിച്ചിട്ട് വേണ്ടേ പാസ്സാകാൻ. ഇതെവിടുന്നാടാ? ഇത് ഇന്നലെ പ്രോഗ്രാം നടന്ന സ്റ്റേജിലിരുന്നതാ. ഇവനെ കൊണ്ട് ചെന്നാലും എന്തെങ്കിലും ചൂണ്ടിയില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ല അല്ലേ? എന്നാണോ നാറാൻ പോകുന്നത് ആർക്കറിയാം? ഉണ്ണിങ്ങോട്ട് വന്നിട്ട് ഉറപ്പാടാ. പാവം, അവൻ കിട്ടിയ ആശു വീട്ടിലെത്തിക്കാൻ പോയതാ. വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മല്ലികയുടെ കാര്യത്തിന് ആ നാരായണൻ ഇന്നും വന്നിരുന്നു. അവരൊരു 15 പവൻ ചോദിക്കുന്നെന്നാ പറഞ്ഞത്. നിനക്കിന്ന് സ്കൂളിൽ പോണ്ടേ? ഇന്ന് സമരാണ്. രമണി, കുറച്ച് വെള്ളം. എല്ലാം കൂടി തപ്പിപ്പെറുക്കിയ ഒരു 5-8 പവൻ ഇവിടെ കാണും. ഒരു കമ്പനി പണിക്കാരനാവുമ്പോ ഇത് വളരെ കുറവാ. വേലികെട്ടുകാരന് കൊടുക്കണം 10-25 പവൻ. അവർക്ക് ഇവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ. നിനക്ക് നിന്റെ തറക്കണ്ടോ അച്ഛനോട് കുറച്ച് രൂപ ചോദിച്ചൂടെ? അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ കൂടിപ്പോയ 1000 രൂപ കിട്ടും. അതുകൊണ്ട് എന്താവാനാ? ആ, വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ.